ചുരുക്കി പറഞ്ഞാൽ ചായ വാങ്ങുന്നത് തൊട്ട് പാത്രം കഴുകുന്നത് വരെ, മുറ്റം തൂക്കുന്നത് വരെയുള്ള ജോലി ഈ പാർട്ടിക്കകത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്താണ് താങ്കളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു കാരണം? ഇപ്പോൾ നമ്മുടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാർട്ടിക്ക് ഒരു കനത്ത തോൽവിയുണ്ടായി. ആ തോൽവിയുടെ പശ്ചാത്തലത്തിൽ നീതിയുക്തമായി കാര്യങ്ങൾ പാർട്ടിക്കകത്ത് നടന്നു പോകുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായി പാർട്ടിക്കകത്തുള്ള പരാതിയാണ്. എവരുടെ ഭീഷണിയൊന്നും വിലപ്പോവില്ല. നമസ്കാരം. പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണനും, തളിപ്പറമ്പിൽ ടി കെ ഗോവിന്ദനും, അമ്പലപ്പുഴയിൽ ജി സുധാകരനും, കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിയും, ഇടുക്കിയിൽ എസ് രാജേന്ദ്രനും, പാലക്കാട്ട് പി കെ ശശിയും ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ CPM വിട്ട് മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറി കഴിഞ്ഞു. ഇപ്പോൾ സാധാരണ പ്രവർത്തകരും പ്രാദേശിക നേതാക്കളുമൊക്കെ മാറ്റി ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു. CPMനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടമാണ്. ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത് പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണന് സമാനമായിട്ടുള്ള പീഡനം അനുഭവിച്ച തിരുവനന്തപുരം ജില്ലയിലെ വിതുര സ്വദേശിയായ CPM പ്രവർത്തകനും പ്രാദേശിക നേതാവുമായ ഷാഹുൽനാഥ് അലി ഖാനാണ്. അദ്ദേഹം ഇന്ന് CPM വിട്ട് കോൺഗ്രസിൻ്റെ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നു. നിരവധി സ്ഥാനങ്ങൾ വഹിച്ച ഒരാളാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFIയിലൂടെ രാഷ്ട്രീയ രംഗത്ത് വന്ന ഒരാളാണ്. ഷാഹുൽ, നമസ്കാരം. നമസ്കാരം. ഏതൊക്കെ പദവികളാണ് താങ്കൾ പാർട്ടിയിൽ വഹിച്ചിട്ടുള്ളത്? ഞാൻ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു. നേരത്തെ DYFയുടെ ഏരിയ ഭാരവാഹിയായിരുന്നു, SFIയുടെ ഭാരവാഹിയായിരുന്നു, ബാലസംഘത്തിൻ്റെ ഭാരവാഹിയായിരുന്നു. അതുപോലെ തന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗവും യൂണിവേഴ്സിറ്റി കോളേജിലെ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറിയുമായിരുന്നു. പിന്നീടിപ്പോൾ വാർഡ് അവിടെ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അംഗമായും പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും ഒരു ഘട്ടത്തിൽ പ്രവർത്തിക്കുകയുണ്ടായി. അതാണ് പാർട്ടിക്കുള്ളിൽ വഹിച്ചിട്ടുള്ള സ്ഥാനങ്ങൾ. ഇപ്പോൾ ഞാൻ ഏതാണ്ട് എനിക്കൊരു 18 വയസ്സ് മുതൽ ഇപ്പോൾ ഏതാണ്ട് ഒരു 24 കൊല്ലമായി CPMൻ്റെ ഭാഗമാണ്. അതിൽ തന്നെ ദീർഘകാലം പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസിനകത്ത് തന്നെയായിരുന്നു. പാർട്ടിയുടെ ഭാഗമായി പാർട്ടിയുടെ ദൈനംദിനമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും, ചുരുക്കി പറഞ്ഞാൽ ചായ വാങ്ങുന്നത് തൊട്ട് പാത്രം കഴുകുന്നത് വരെ, മുറ്റം തൂക്കുന്നത് വരെയുള്ള ജോലി ഈ പാർട്ടിക്കകത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നെ പാർട്ടി പുറത്താക്കുമ്പോൾ സംഘടനാപരമായ ഒരു മര്യാദയും പാർട്ടി പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ആ പുറത്താക്കിക്കൊണ്ടുള്ള പാർട്ടി സഖാക്കളുടെ ഇടയിൽ നൽകിയ അറിയിപ്പിനകത്ത് ഏറ്റവും താഴെയായി പറഞ്ഞിരിക്കുന്നത് ഈ സഖാവിന് ഇനി മുതൽക്ക് ഈ പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ്. പാർട്ടിയുടെ ഒരു പ്രാദേശിക ഘടകം അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് പാർട്ടിയുടെ എവിടെയൊക്കെ ചർച്ച ചെയ്തിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഇനി അങ്ങോട്ട് ഈ പാർട്ടിയുമായി ഒരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിന്നെ പടിയടച്ച് പിണ്ടം വെച്ചിരിക്കുകയാണ്, നീ ഇനി ഇങ്ങോട്ട് വരണ്ട. എന്താണ് താങ്കളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു കാരണം? ഇപ്പോൾ നമ്മുടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാർട്ടിക്ക് ഒരു കനത്ത തോൽവിയുണ്ടായി. ആ തോൽവിയുടെ പശ്ചാത്തലത്തിൽ പാർട്ടി സഖാക്കൾക്ക് ഏതറ്റം വരെ നിർഭയമായി കാര്യങ്ങൾ തുറന്ന് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യാം എന്നൊരു തീരുമാനം പാർട്ടിക്കകത്ത് ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രാഞ്ച് കമ്മിറ്റികൾ വരെ കൂടി വരികയുമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റി കൂടുമ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞു. അപ്പം നമ്മൾ വസ്തുതാപരമായി പാർട്ടി പറയുന്ന പോലെ വിമർശനാത്മകമായി കാര്യങ്ങൾ ചർച്ച ചെയ്താൽ അത്തരക്കാരുടെ മുന്നോട്ടുള്ള എല്ലാ വാതിലുകളും കൊട്ടിയടയ്ക്കുന്നൊരു സമീപനം വിതുരയിലെ പാർട്ടിക്കുണ്ട്. അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, അത് കഴിഞ്ഞൊരു 2-2.5 പതിറ്റാണ്ടായി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വിതുരയിലെ പാർട്ടിക്കുണ്ടെന്ന് പറയുമ്പോൾ വിതുരയിലെ പാർട്ടി ചില വ്യക്തികളുടെ നിയന്ത്രണത്തിലാണെന്നാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായും ചില വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ മാത്രം മുൻനിർത്തിയാണ് കഴിഞ്ഞ 2-2.5 പതിറ്റാണ്ടായി CPMൻ്റെ വിതുര ഏരിയ കമ്മിറ്റിയിൽ തീരുമാനങ്ങൾ എടുക്കുന്നതും പാർട്ടി സമ്മേളനങ്ങളിൽ തീരുമാനങ്ങൾ രൂപപ്പെട്ടു വരുന്നതും. നിലവിൽ പാർട്ടിയുടെ സംഘടനാ രംഗത്ത് ഇന്നുള്ള ആളുകളെല്ലാം കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് 1.5 പതിറ്റാണ്ടിനിപ്പുറം രംഗത്ത് വന്നവരാണ്. അപൂർവം ചിലരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി ഒരു 90% ആൾക്കാരും കഴിഞ്ഞ ഒരു 1.5 പതിറ്റാണ്ടിനിപ്പുറം അവരെല്ലാം തന്നെ അതത് കാലത്ത് നേതൃത്വത്തിൻ്റെ ചൊൽപ്പടിക്ക് മാത്രം നിൽക്കുമെന്ന് നേതൃത്വത്തിന് ഉറപ്പുള്ള ആളുകളാണ്. അതാണ് അവിടുത്തെ പ്രശ്നം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിഭാവനം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ തത്വങ്ങൾക്ക് അനുസൃതമായിട്ടല്ല അവിടുത്തെ പാർട്ടി ഘടകങ്ങൾ പോകുന്നത്. അവിടെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ശ്രീ VK മധു, അവിടെ അദ്ദേഹത്തിൻ്റെതായ ഒരു ഗ്രൂപ്പ്, അദ്ദേഹം പറയുന്ന ആളുകൾ, അദ്ദേഹത്തിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവർ, അങ്ങനെ കുറേ ആളുകൾ.
അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ചുറ്റിനും ഉപഗ്രഹങ്ങളായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന വേറെ ചില ആളുകൾ, അവരെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് വിതുരയിലെ പാർട്ടി കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. പാർട്ടിക്കകത്ത് യാതൊരു നൈതികതയും ഇല്ലെന്നുള്ളതാണ് പ്രശ്നം. നീതിയുക്തമായി കാര്യങ്ങൾ പാർട്ടിക്കകത്ത് നടന്നു പോകുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായി പാർട്ടിക്കകത്തുള്ള പരാതിയാണ്. ഇത് വെറുമൊരു ഷാഹുൽ മാത്രം പറയുന്ന കാര്യമല്ല. പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ അവിടെ ഇപ്പോൾ അറിയാമല്ലോ, നമ്മുടെ വിതുര എന്ന് പറയുന്നത് ഒരുപാട് തോട്ടം സമരങ്ങളും കർഷക തൊഴിലാളി സമരങ്ങളും ഒക്കെ രൂപപ്പെട്ടു വരികയും അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബഹുജന പ്രസ്ഥാനങ്ങളും ഒക്കെ വളർന്നു വന്ന ഒരു നാടാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഒരു മലയോര ഗ്രാമമെന്ന നിലയിൽ മറ്റ് പ്രദേശങ്ങളിലൊന്നും കാണാത്തത്ര വിപുലമായ ജനകീയ അടിത്തറയും പിന്തുണയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. അതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് എല്ലാം ഈ പറഞ്ഞ പോലെ ചില നേതാക്കന്മാർ തങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾ പാർട്ടിക്കകത്ത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പാർട്ടി ഘടകങ്ങളും ബഹുജന സംഘടനാ ഘടകങ്ങളും അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി അങ്ങ് ചാർത്തി കൊടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായ കുറവുകളുണ്ട്. അതിൻ്റെ ഭാഗമായി മുതിർന്ന നേതാക്കന്മാർ കണ്ണീരോടുകൂടി പാർട്ടിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ അടുത്ത സമയങ്ങളിൽ തന്നെ നിരവധി പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിമാർ ആയിരുന്നവർ വരെ, സഖാവ് പി അയ്യപ്പൻ പിള്ളയെ പോലെ, പേരയൻ ശശി സാറിനെ പോലെയൊക്കെയുള്ള നിരവധി കാലം പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്നവർ പോലും ഈ നേതൃത്വത്തിൻ്റെ തെറ്റായ നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതികരിക്കുകയും അതിൻ്റെയൊക്കെ ഭാഗമായി അവരെ പാർട്ടിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യുന്ന നിലയ്ക്കുള്ള നടപടികളെടുക്കുകയും തരം താഴ്ത്തുകയും ഒക്കെ ചെയ്യുന്നൊരു രീതി പാർട്ടിക്കകത്തുണ്ട്. ഇതെല്ലാവർക്കും അറിയാം. പിന്നെ അയ്യപ്പൻ പിള്ള സഖാവൊക്കെ പതിറ്റാണ്ടുകളായി പാർട്ടിയെ നയിക്കുന്നവരാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സ്ഥാനം വഹിച്ച ഒരാളാണ്. അദ്ദേഹമൊക്കെ പാർട്ടിയിൽ സജീവമല്ലേ? ഇല്ലില്ല. അദ്ദേഹം പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി, ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി. അദ്ദേഹത്തിൻ്റെ അതിനുശേഷം പലപ്പോഴും അവിടെ ചെന്ന് അദ്ദേഹത്തോട് അന്വേഷിക്കും. അദ്ദേഹം പോലും അറിഞ്ഞിട്ടില്ല എന്താണെന്ന്, പ്രത്യേകിച്ച് പരാതിയൊന്നുമില്ല. അതൊക്കെ വേറെ ചില കോക്കസിൻ്റെ ഭാഗമായി ഇങ്ങനെ ചെയ്യുന്നതാണ്. താങ്കൾ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതെ അതെ. ഒരു രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും താങ്കളോട് താല്പര്യവും ഉണ്ടായിരുന്നു. എന്നിട്ടും രണ്ടാമത്തെ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് താങ്കൾക്ക് അവിടെ അവസരം കിട്ടാത്തത് മത്സരിക്കാൻ? അത് ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് പ്രശ്നം. നമ്മൾ ഏതൊരു സംവിധാനത്തിനകത്ത് തിരഞ്ഞെടുക്കപ്പെട്ടാലും അതിനകത്ത് നമ്മൾ പ്രവർത്തിക്കുന്നത് ഒരു പാർട്ടി സംഘടന നമുക്ക് നൽകുന്ന ചില സൗകര്യങ്ങളെയൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആ ഒരു നിശ്ചയദാർഢ്യത്തെ മുൻനിർത്തിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അത് പാടില്ല അവിടെ, അത് വേണ്ട. അവിടെ നേതൃത്വം പറയുന്നത് അതേപടി അനുസരിക്കണം. അവർ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ വിമർശിക്കാൻ പാടില്ല. അതാണ് അവിടെ പ്രശ്നം. ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് നമ്മൾ സ്വതന്ത്രമായി കാര്യങ്ങൾ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ടല്ലത്. അത് പരമാവധി ബഹുജനങ്ങളെ നമ്മളിലൂടെ നമ്മുടെ പാർട്ടിയുടെ ഭാഗമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമാണത്, ശ്രമമാണത്. ആ ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ അതൊന്നും നേതൃത്വത്തിന് അതൊന്നും ഇഷ്ടമില്ല. അവിടെ ഈ പറഞ്ഞ പോലെ അവർക്ക് അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവർ മാത്രം മതി എന്നുള്ളൊരു ശൈലിയാണ്, നിലപാടാണ് പാർട്ടിക്ക്. അതാണ് പ്രശ്നം അവിടെ. താങ്കളുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ പല ആരോപണങ്ങളും താങ്കൾ ഉന്നയിക്കുന്നുണ്ട്. അതിലൊരു സ്കൂളിലെ മരമുറിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം എന്താണ് അതിനെക്കുറിച്ച്? ഞാൻ അതിനകത്ത് രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ ഭാഗമായി ആരെങ്കിലും കരിവാരി തേക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അത് പാർട്ടിക്കകത്ത് നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള. എന്തായിരുന്നു അത്? അത് CPMൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഞാനന്ന് പാർട്ടി ഓഫീസുമായി സജീവമായി ഉള്ള സമയമാണ്. അപ്പോൾ പാർട്ടിക്ക് പുതിയൊരു വസ്തു വാങ്ങി ആ വസ്തുവിലൊരു കെട്ടിടം കെട്ടണം. അപ്പോൾ അതിനുവേണ്ടി വിതുരയിൽ പാർട്ടിക്ക് ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെ നിർമ്മാണം തുടങ്ങുന്ന ഘട്ടം അന്ന് VSൻ്റെ ഗവൺമെൻറ്റാണ്. 2006-2011 എൻ്റെ ഓർമ്മ. അന്ന് നമ്മുടെ വിതുര ഹൈസ്കൂളിൻ്റെ ഇവിടെ ഒരു വലിയൊരു മരം, ഏതാണ്ട് ഒരു 150 കൊല്ലത്തോളം പഴക്കമുള്ള വലിയ മരമാണ്. ആ മരം സ്കൂളിൻ്റെ കെട്ടിടത്തിന് മുകളിൽ അപകടകരമായ സ്ഥിതിയിൽ നിൽക്കുന്നു എന്ന് റിപ്പോർട്ടുണ്ടാക്കുന്നു സർക്കാരിനെ കൊണ്ട്. റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. PTA കൊണ്ട് റിക്വസ്റ്റ് കൊടുപ്പിക്കുന്നു. ആ ബന്ധപ്പെട്ട അതോറിറ്റി വരുന്നു, അത് ശരിവെക്കുന്നു, ലേലം ചെയ്യാൻ വേണ്ടി ഡേറ്റ് ഇടുന്നു, ലേലം തീരുമാനിക്കുന്നു,
യഥാർത്ഥത്തിൽ അത് അപകടാവസ്ഥയിലായിരുന്നോ? ഒരിക്കലുമില്ല. ഒരിക്കലും അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഇല്ല. എന്ത് മരമായിരുന്നു അത്? ആഞ്ഞിൽ മരമാണ്. അപ്പോൾ ഈ മരം ലേലം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. ലേലം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ആ സ്കൂൾ കോമ്പൗണ്ടിൽ ലേലം പിടിക്കുന്നതിന് വേണ്ടി വന്ന നമ്മുടെ ടിമ്പർ മെർച്ചൻറ്റുമാർ, മറ്റ് ഇതുമായി ബന്ധപ്പെട്ട തടി ഇടപാടുകൾ നടത്തുന്ന ആൾക്കാർ, ധാരാളം ആൾക്കാരുണ്ട്. അവർ വരുമ്പോൾ അവരോട് പറയുന്നത് ഇത് CPMൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കുന്നതിന് വേണ്ടി പാർട്ടി ഇടപെട്ട് ലേലം ചെയ്യിപ്പിച്ചതാണ്. മറ്റാരെങ്കിലും ഇത് ലേലം വിളിച്ചാൽ അവരെടുക്കേണ്ടി വന്നാൽ മുറിച്ചുകൊണ്ട് പോകാൻ അനുവദിക്കില്ല. ഇതാണ് നിലപാട്. ഇതിനകത്ത് സാധാരണഗതിയിൽ ഒരു അടിസ്ഥാന വാല്യുവേഷൻ നിശ്ചയിക്കുമല്ലോ. മറ്റുള്ളവർ ലേലം ചെയ്ത് കഴിഞ്ഞാൽ ഈ വാല്യുവേഷനേക്കാൾ തുക മുകളിലോട്ട് പോകും. അപ്പം അത്രയും തുക നമ്മൾ അടയ്ക്കേണ്ടി വരും, പാർട്ടി അടയ്ക്കേണ്ടി വരും. അപ്പോൾ 80,000 81,000 രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ തുകയിൽ തന്നെ നിർത്തി, വേറെ ആരും വിളിച്ചില്ല. ആ തുകയിൽ തന്നെ പാർട്ടിക്ക് അത് കിട്ടി ആ മരം മുറിച്ചു. ഇനിയാണ് ഇതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത്, ഈ മരത്തിൻ്റെ ഈ മുറിച്ച തടിയുടെ ഒരു 25-ൽ ഒരു അംശം മതി പാർട്ടി ഓഫീസിലെ ആവശ്യത്തിന്. അത് ശരി, അത്രേൻ്റെ ആവശ്യമുള്ളൂ. ഈ മരം നേരെ മുറിച്ച് പാലോടേക്ക് കടത്തി. പാലോട് നമ്മുടെ അന്നത്തെ ഈ പാർട്ടിയുടെ അവിടുത്തെ നേതൃത്വം എന്ന് പറയുന്നത് സർ VK മധുവാണ്. അദ്ദേഹം അവിടെയാണ്, പാലോടുകാരനാണ്. അപ്പോൾ തടി അവിടേക്ക് കടത്തി. ഈ തടി അവിടുത്തെ ഒരു മില്ലിൽ കയറ്റി പാർട്ടിയുടെ ആവശ്യത്തിനുള്ളത് എടുത്തു, ബാക്കി തടി വിറ്റു. ഈ പൈസ ആ നിലയ്ക്കാണ് വർത്താനം. ഇത് പിന്നീട് പാർട്ടിക്കകത്ത് ചർച്ചയായി. പക്ഷെ അന്ന് പാർട്ടി ഏകപക്ഷീയമായൊരു സംവിധാനമായിരുന്നു. കെട്ടിട നിർമ്മാണ കമ്മിറ്റിയുടെ ചെയർമാനായാലും അന്നത്തെ പാർട്ടി നേതൃത്വമായാലും ഇവരെല്ലാവരും ഈ പറഞ്ഞൊരു സംവിധാനമാണ്. പക്ഷെ എന്നിട്ടും ബ്രാഞ്ച് ലോക്കൽ തലങ്ങളിൽ ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ അതിനെയെല്ലാം നേതൃത്വം ഇടപെട്ട്, ഏരിയ നേതൃത്വം ഇടപെട്ട് അതിനെല്ലാം ഫ്രീസ് ചെയ്തു. അത്തരത്തിലൊരു ചർച്ച വേണ്ടെന്ന് വെച്ചു. ഞാനിത് പറയാൻ കാര്യമെന്ന് പറയുന്നത്, ഈ തെറ്റ് നമ്മുടെ ഈ സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ ഈ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ ബ്രാഞ്ച് കമ്മിറ്റിയിൽ കൂടുമ്പോൾ ഞാൻ ഈ വിഷയങ്ങളൊക്കെ പറയാനുള്ളൊരു കാരണം, പാർട്ടിക്കകത്ത് ഇവരെല്ലാവരും വലിയ മഹാന്മാരാണ്. ഇവർ ചില ആൾക്കാർ ഇവർ കാണിച്ചു കൂട്ടുന്ന വൈകൃതങ്ങൾ ഇത് മാത്രമല്ല, അത് പറഞ്ഞത് നമുക്കൂടെ നാണക്കേടാണ്. ആ നിലയ്ക്കാണ് ഇവർ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവർ വലിയ മഹാന്മാരായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇവര് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ VK മധു ഉൾപ്പെടെയുള്ള ഏരിയയിലെ ഒരു ഭൂരിപക്ഷ നേതൃത്വം, പാർട്ടിയുടെ നേതൃത്വം. പിന്നെ നമ്മുടെ പാലോട് കാർഷിക ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ആ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ളത് പാർട്ടിയുടെ ഒരു ഏരിയ കമ്മിറ്റി അംഗമാണ്. പാർട്ടിയുടെ ഒരു മുൻ ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെ. അപ്പോൾ ആ ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ ബാങ്കുമായി ബന്ധപ്പെട്ട ബോർഡ് മെമ്പർമാർ, അവിടുത്തെ ജീവനക്കാർ, ആ ബാങ്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾ, അവരുടെ ഇടയിലെല്ലാം വലിയ ആക്ഷേപമുണ്ട്. ഒരാളെയും ഒരു നീതിപൂർവകമായൊരു സമീപനം അവിടെ ഉണ്ടാവുന്നില്ല ആ ബാങ്കിനകത്ത്. ആ ബാങ്കിനകത്ത് പലപ്പോഴായി ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ പലരുടെയും ലോണുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുടിശ്ശിക അല്ലെങ്കിൽ നടപടി അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും ആ ബാങ്കിൻ്റെ പ്രസിഡന്റിനോട് സംസാരിക്കുമ്പോൾ അയാൾ ഇത് വേറെന്തോ ഒരു സംവിധാനം പോലെയാണ് അയാൾ സംസാരിക്കുന്നത്. ഇത് ഈ പാർട്ടി സംവിധാനത്തിൻ്റെ ഭാഗമായി നിശ്ചയിച്ചു കൊടുത്തൊരു സ്ഥാനമാണ്. പക്ഷേ അയാളൊരു മൾട്ടിനാഷണൽ ആ ഒരു ലെവലിലാണ് ഇവരുടെയൊക്കെ ഒരു രീതി ശൈലിയൊക്കെ. പിന്നെ നമ്മൾ തൊഴിലാളി വർഗ്ഗ കാഴ്ചപ്പാടൊന്നും ഇന്നത്തെ കാലത്ത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അതൊക്കെ പണ്ടേ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ എങ്കിലും ഇതുപോലുള്ള സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ ആൾക്കാരോട് നമ്മളോട് ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ പിന്നെ മറ്റുള്ളവരെ കാര്യം പറയണം. അല്ല, ഷാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഷാഹുൽ 10-24 വർഷമായി ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുകയും ഏരിയ കമ്മിറ്റി ഓഫീസിൽ അവിടെ ഉണ്ടും ഉറങ്ങിയും ഒക്കെ ജീവിച്ചത് അവിടെ തന്നെയാണ്. അങ്ങനെ ഒരു വ്യക്തിയോട് ഇങ്ങനെ ഒരു പെട്ടെന്ന് ഇവർക്കൊക്കെ ഒരു ഇത്രയും അടങ്ങാത്തൊരു പക തോന്നാനും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ഒക്കെ ചെയ്യുന്നത് അത് എൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ചൊൽപ്പടിക്ക് ആര് നിന്നില്ലെങ്കിലും അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് കഴിഞ്ഞ ഒരു 1.5 ദശകങ്ങളായി
ഈ പാർട്ടിക്കകത്ത് തുടരുന്നൊരു ശൈലിയും രീതിയും അത് തന്നെയാണ്. പാർട്ടിയുടെ പല ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഈ പുല്ല് പോണെങ്കിൽ പോട്ടെന്ന് കളഞ്ഞിട്ട് മതിയാക്കി പോയവരുണ്ട്. പലരും നുണ പറയുക, ഏതറ്റം വരെ നുണ കേൾക്കുക, അതിനെ അടിസ്ഥാനപ്പെടുത്തി കാര്യങ്ങൾ തീരുമാനിക്കുക. ആ ചുറ്റും കൂടി നിൽക്കുന്ന ചില എന്താ നമ്മൾ പറയില്ല, സിൽബന്തികളായിട്ടുള്ള ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് അവിടുത്തെ നേതൃത്വം തികച്ചും എന്തെന്ന് പറയാ, അവരുടേതായ രീതി വളരെ മോശമായ ഒരു സമീപനമാണ് അവർ സ്വീകരിക്കുന്നത്. ഇത് അവരുടേതായ രീതി എന്ന് പറഞ്ഞ് നമ്മൾ ചുരുക്കാൻ പാടില്ല. വളരെ മോശമാണത്. പൊതുസമൂഹത്തിന് ഒരിക്കലും ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒരു തരത്തിലും അംഗീകരിക്കാനാകാത്ത നടപടിയാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഇങ്ങനെ നാട്ടിറങ്ങിയിരിക്കുന്നത്. ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന് മുമ്പ് ഷാഹുലിന്റെ വിശദീകരണം പാർട്ടി ചോദിച്ചിരുന്നു. പാർട്ടി വിശദീകരണം ചോദിക്കുന്നതിൽ വിശദീകരണം എന്നോട് ഒരു കത്ത് തന്നു. പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അടക്കമുള്ളവർ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് കത്ത് തന്നു. സാധാരണഗതിയിൽ ഏത് സാഹചര്യത്തിലും ഞാൻ പാർട്ടിക്ക് വിശദീകരണം കൊടുക്കും. പക്ഷെ വിശദീകരണം ചോദിച്ചുകൊണ്ട് എനിക്ക് കത്ത് തരുന്നതിന് മുമ്പ് പാർട്ടി ആദ്യം ചെയ്തത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് മത്സരിച്ച 2-3 സ്ഥാനാർത്ഥികളെ കൊണ്ട് എനിക്കെതിരായി പരാതി എഴുതി വാങ്ങുകയാണ് ചെയ്തത് പാർട്ടി. അതെന്തിനായിരുന്നു? അത് ബോധപൂർവം ആ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി എന്നെ അങ്ങ് പുറത്താക്കുക. അത് തന്നെയാണ്. അതായത് യഥാർത്ഥ കാരണം VK മധുവിനെ താങ്കൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശിച്ചതാണ് കാരണം. അത് തന്നെയാണ് കാരണം. VK മധുവിനെതിരായും ഈ പാലോട് കാർഷിക ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് പറഞ്ഞതുമാണ്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഈ നടപടി. ഇത് ആദ്യമല്ല. ഇതിനു മുമ്പ് പല ഘട്ടങ്ങളിൽ നടപടി വന്നിട്ടുണ്ട്. ആ നടപടി വരുന്ന പല ഘട്ടങ്ങളിലും എനിക്ക് നേരെ ഉണ്ടായ നടപടികളെ പിന്നീട് എനിക്ക് പാർട്ടി കമ്മിറ്റിക്കകത്ത് സാധൂകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് എനിക്കെതിരെ അന്ന് പാർട്ടി കൈക്കൊണ്ട നടപടി പാർട്ടിയുടെ അന്നത്തെ കാഴ്ചപ്പാട് തെറ്റായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലൊരു പാർട്ടി ആ നിലയ്ക്ക് ഒരാൾക്കെതിരെ നടപടി എടുക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന് എന്നെക്കൊണ്ട് പിൽക്കാലത്ത് പാർട്ടിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് പാർട്ടി ഏരിയ കമ്മിറ്റി കൂടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടുകൊണ്ട് എനിക്ക് മെമ്പർഷിപ്പ് തരാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ആ ഏരിയ കമ്മിറ്റിയിൽ ഈ VK മധുവിൻ്റെയാണ് എന്നെ എതിർക്കുന്നത്. അവന് മെമ്പർഷിപ്പ് കൊടുക്കേണ്ട കാര്യമില്ല. ഇതായിരുന്നു VK മധുവിൻ്റെ നിലപാട്. ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷവും താങ്കൾ VK മധു ഉൾപ്പെടെയുള്ള പാർട്ടി നേതൃത്വത്തോട് ഇടഞ്ഞു നിൽക്കുന്നതിന് ശേഷവും താങ്കൾക്ക് ഭീഷണിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഞാൻ ഇടഞ്ഞു നിൽക്കുന്നില്ല. ഞാൻ ഇതിനകത്ത് ചെയ്യുന്നത്, ഞാൻ പാർട്ടിക്കകത്ത് അഭിപ്രായം പറഞ്ഞു. പാർട്ടിക്കകത്ത് അഭിപ്രായം പറയുമ്പോൾ അതെന്തിനവൻ അങ്ങനെ പറഞ്ഞു, അത് അവൻ്റെ അഭിപ്രായമല്ല, അത് ഇന്ന ആൾ പറയിപ്പിച്ചതാവാനാണ്. ഈ നിലയ്ക്ക് അതിനെ വക്രീകരിക്കുകയാണ്. നമുക്ക് ചില രാഷ്ട്രീയ ബോധ്യങ്ങളുണ്ട്. അതിൽ ശരിയുണ്ടാവാം, തെറ്റുണ്ടാവാം. പക്ഷെ ഒരു കാര്യം പാർട്ടിക്കകത്ത് അഭിപ്രായം പറയുമ്പോൾ അത് അയാളുടെ അഭിപ്രായമല്ല, അത് വേറെ ചില രൂപപ്പെടുത്തി അയാളെ കൊണ്ട് ആ നിലയ്ക്ക് പ്രകടിപ്പിക്കുന്നതാണ് എന്ന നിലയ്ക്ക് നമ്മൾ ആക്ഷേപിക്കുകയാണ്. അതാണ് പ്രശ്നം. നമ്മൾ പറയുന്ന അഭിപ്രായം ശരിയാ തെറ്റാവട്ടെ, അത് മറ്റൊരാൾ പ്രേരിപ്പിച്ച് പറയിപ്പിക്കുകയാണെന്നുള്ളൊരു എന്ന് പറഞ്ഞ് നമ്മളെ അങ്ങ് ആക്ഷേപിക്കണം. ഇപ്പോൾ ഭീഷണി ഉണ്ടായിട്ടുണ്ട്. ഭീഷണി എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനുമായി ബന്ധപ്പെട്ട പഴയ DYFI സഹാക്കൾ, നേരത്തെ SFIയിൽ ഉണ്ടായിരുന്ന സഹാക്കളെല്ലാം ഇപ്പോൾ 2-3 ദിവസമായിട്ടാണ് അവരെല്ലാം വിളിച്ചിട്ട് പറഞ്ഞത്, നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ, നീ എന്താണ് ഷാഹുൽ എന്താണ് ഈ കാണിക്കുന്നത്, ഇത് പ്രശ്നം വരും, അത് അവരെല്ലാം ചുമ്മാ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിനെ നോക്കിക്കാണുന്നത് വിതുര ഏരിയയിലെ പാർട്ടി, വിതുര ഏരിയയിലെ വിവിധ ലോക്കൽ കമ്മിറ്റികളിൽപ്പെട്ട ഇപ്പോൾ ഈ കഴിഞ്ഞ 5-6 കൊല്ലമായിട്ടൊക്കെ മെമ്പർഷിപ്പിൽ വന്ന എല്ലാവരും ഒന്നും എനിക്കറിയില്ലായിരിക്കും. പക്ഷെ ഞാൻ ദീർഘകാലം പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെയൊക്കെ ഭാഗമായി നിന്നൊരാളെന്നുള്ള നിലയിൽ വിതുരയിലെ പാർട്ടിയിലെ മഹാഭൂരിപക്ഷം ആളുകൾക്കും എന്നെ പേരെടുത്ത് വിളിക്കത്തക്ക സൗഹൃദവും അടുപ്പമുള്ളവരാണ്. അത് DYFI രംഗത്തായാലും പുതിയ പിള്ളേരെ സംബന്ധിച്ചറിയില്ല. പാർട്ടിയുമായി ബന്ധപ്പെട്ടും DYFIയുമായി ബന്ധപ്പെട്ടൊക്കെ എല്ലാം അറിയാം. അവരാരും അങ്ങനെയൊന്നും തയ്യാറായില്ല. അങ്ങനെയൊന്നും പാർട്ടി സഹാക്കളെ അങ്ങനെ ചട്ടുകമാക്കാനൊന്നും എല്ലാ കാലത്തും നേതൃത്വത്തിന് കഴിയില്ല. കഴിഞ്ഞ കുറേ നാളുകളിൽ അധികാരം വീതം വെച്ചും അല്ലെങ്കിൽ പലർക്കും സ്ഥാനമാനങ്ങൾ കൊടുത്തും ചിലരെയൊക്കെ ചൊൽപ്പടിക്ക് നിർത്താൻ അവർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊന്നും വിതുരയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുപാട് എന്താ പറയുക, പാർട്ടിക്ക് ത്യാഗപൂർണമായ അല്ലെങ്കിൽ ത്യാഗോജ്വലമായ ഒരു ചരിത്രവും അങ്ങനെ പാർട്ടിക്ക് ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു വന്ന പാർട്ടിയാണ്.
ആ അനുഭവ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിതുരയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പാർട്ടി സഖാക്കൾ നിലപാടെടുക്കുന്നതും പ്രവർത്തിക്കുന്നതും. അവരെ ഏതെങ്കിലും ഒരു നേതാവിന് ഒരു ദിവസം കൊണ്ട് ചട്ടുകമാക്കി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നേരെ, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് ഒരാളെ പുറത്താക്കിയിട്ട് ആ ആളിന് നേരെ ആയുധമണിയിച്ച് കൊണ്ടുവന്ന് ആ ആളെ അങ്ങ് ഉന്മൂലനം ചെയ്യാം എന്നുള്ള നില ഒരിക്കലും വിതുരയിലെ പാർട്ടിക്ക് കഴിയില്ല. അതൊക്കെ ഇവരുടെ തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ഒരു ശ്രമം നടക്കും. അതുകൊണ്ട് തന്നെ താങ്കൾക്ക് ഭയവുമില്ല? ഇതിനെ സംബന്ധിച്ച് നമുക്ക് ഒരു ഭയവുമില്ല. വിതുരയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്നും പാർട്ടി നിലവിലത്തെ പാർട്ടിയുടെ സാഹചര്യം എന്താണെന്നും ഈ പാർട്ടി എത്ര നാൾ മുമ്പോട്ട് പോകുന്നൊക്കെ നമുക്കറിയാം. എവരുടെ ഭീഷണിയൊന്നും വിലപ്പോവില്ല. അങ്ങനെ എവരുടെ ഭീഷണിക്ക് വഴങ്ങുന്ന ആളുമല്ല ഞാൻ. ആ നിലയ്ക്ക് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ അതിനെ ഭയപ്പെടുന്ന ആളുമല്ല ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് സംഭവിച്ച കാര്യങ്ങൾ തുറന്ന് പറഞ്ഞു തന്നെ പോകും. കാര്യം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലനിൽപ്പിന് ആവശ്യമാണത്. കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നൊരു കാര്യമാണ്, പാർട്ടി പൊതുപ്രവർത്തകരുടെ പാർട്ടി അല്ലാതായി മാറി. അതെ, ജനങ്ങളുടെ ഇടയിൽ ജനങ്ങൾക്ക് വേണ്ടി പൊതുപ്രവർത്തനം നടത്തി ആൾക്കാർക്ക് സഹായം എത്തിച്ചു കൊടുക്കുന്ന ചുരുക്കം ചില ആളുകൾ മാത്രമേ പാർട്ടിയിലുള്ളൂ. ബാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആശ്രിതരായിട്ട് പാർട്ടിയോടൊപ്പം നിൽക്കുന്നവരാണ്, ആനുകൂല്യങ്ങൾ കൈപ്പറ്റിക്കൊണ്ട്. അതെ അതെ, അത് നിലനിർത്താൻ വേണ്ടി അത് തന്നെയാണ്. അവരാണ് ഈ നേതാക്കന്മാരുടെ ആൾക്കാരെന്ന് പറയുന്നത്. അണികളല്ല, ആശ്രിതരാണെന്നുള്ളത്. ആശ്രിതരാണുള്ളത്. ശരിക്കും ജനങ്ങളുടെ ഇടയിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകളെ എന്തെങ്കിലും, ഇപ്പോൾ എന്നെ സംബന്ധിച്ചൊക്കെ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാകും, മനുഷ്യ സഹജമായ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാകും. അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ നിലയ്ക്ക് തിരുത്തിയാണ് വളർത്തി മുന്നോട്ട് കൊണ്ടുവരേണ്ടത്. ഇതങ്ങനെയല്ല. ഇത് ഒരാൾ പാർട്ടിക്കകത്ത് വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ ആളിനെതിരായി എന്താണ് ആക്ഷേപം വെക്കാനുള്ളത് അതിനെ കണ്ടെത്തും. അതിന് താഴെയുള്ളവരെ കൊണ്ട് പ്രചരിപ്പിക്കും. പാർട്ടി കമ്മിറ്റി മോശക്കാരനാക്കും. ആ ആളെ തികഞ്ഞ മോശക്കാരനാക്കി മാറ്റുക. ആ ആളെ പൊതുസമൂഹത്തിന് മുൻപാകെ എല്ലാ നിലയ്ക്കും ഇല്ലാതാക്കുക. അതാണ് അവരുടെ രീതി. ഇത് തന്നെയാണ് രീതി. ഇപ്പൊ താങ്കളുടെ പോക്ക് കോൺഗ്രസിലേക്കായിരുന്നു. ഇന്ന് അംഗത്വം എടുത്തു അല്ലേ? ഇന്ന് കോൺഗ്രസിലേക്ക് എന്തുകൊണ്ടാണ് ആ തീരുമാനം എടുത്തത്? ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായി മാറാൻ, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി എന്ന നിലയ്ക്ക് വലിയ മഹാനൊന്നുമല്ല നമ്മളാരും. പക്ഷേ എന്ന് കരുതി നമ്മുടെ കഴിവിനും ശേഷിക്കും അനുസരിച്ച് പൊതുരംഗത്ത് ഇടപെട്ട് നിന്ന ആളുകളാണ്. അപ്പോൾ സ്വന്തം രാഷ്ട്രീയ ഭൂതകാലം നിരാകരിക്കുക എന്ന് പറയുന്നത് അതിൽ പരം വലിയ വിഷമം വേറെ ഇനി ജീവിതത്തിൽ വരാനില്ല. കാര്യം നമ്മുടെ വിദ്യാർത്ഥി കാലഘട്ടം മുതൽക്ക് നമ്മുടെ മനസ്സിനകത്ത് രൂപപ്പെട്ട ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെ നമ്മൾ തന്നെ ഊതിക്കാച്ചി വളർത്തി വലുതാക്കി ഈ നിലയ്ക്ക് കൊണ്ടുവരുന്നു. ഒരു ഉറച്ച രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു. അവിടെ നിന്ന് നിർദാക്ഷിണ്യം വെട്ടിക്കളയാണ്. ഒരാലോചനയില്ല, ഒരു പുനരാലോചനയുമില്ല, യാതൊരു ചർച്ചകളുമില്ല. ഒരാൾക്ക് കണ്ടുകൂടാ, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്ക് കണ്ടുകൂടാ, എന്നാൽ പിന്നെ നീ ഇതിനകത്ത് വേണ്ട എന്ന നിലപാടെടുക്കുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടി സ്വന്തം ഭൂതകാലത്തെ നിരാകരിക്കേണ്ടി വരും. നമുക്കൊരു സ്പേസാണ് വേണ്ടത് പ്രവർത്തിക്കാൻ. നമുക്ക് നമ്മുടേതായ ചില ശേഷിയും നമ്മുടേതായ ചില കഴിവുകളും നമുക്കെല്ലാവർക്കും ഉണ്ട്. ആ കഴിവിനൊത്ത് പ്രവർത്തിക്കാനൊരു സ്പേസ് ആവശ്യമാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഇല്ല എങ്കിൽ അതിന് ബദലുകൾ തേടുക എന്നുള്ളതാണ് ഏതൊരാളിൻ്റെ ലക്ഷ്യം. അല്ലാതെ ഇപ്പോൾ ഇവിടെ സ്വാതന്ത്ര്യ സമരമൊന്നും നയിക്കാനില്ലല്ലേ. അതെ അതെ അതെ. അപ്പോൾ അങ്ങനെയാണ് താങ്കൾ ഇന്ന് എങ്ങനെയായിരുന്നു DCC ഓഫീസിലെ അനുഭവം? DCC ഓഫീസിൽ ചെന്നു. അവിടെ കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. വളരെ സന്തോഷം, വളരെ അഭിമാനം. കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. എനിക്ക് സന്തോഷവും അഭിമാനവും ഉള്ള കാര്യം എന്നതിനപ്പുറം നമ്മളെ സ്നേഹിക്കുകയും നമ്മളിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്ന കുറേ സാധാരണ ആൾക്കാർ നമ്മുടെ ചുറ്റിനും നാട്ടുകാരായിട്ടുണ്ട്. നമുക്കൊക്കെ ഒരുപാട് കുറവുകളും പോരായ്മകളും കുറ്റങ്ങളും ഒക്കെ ഉള്ളപ്പോഴും നമ്മളെയൊക്കെ ചുറ്റിപ്പറ്റി കുറേ മനുഷ്യരുണ്ട്, ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഇന്നലകളിൽ ഏതൊരു നിലയ്ക്കാണോ സഹായമായി മാറിയത്, അതുപോലെ നാളെയും ഒരു ആവശ്യം വന്ന് പറഞ്ഞാൽ ചെയ്യാൻ കഴിയണം. അപ്പോൾ നാളെ ഒരാൾ നമ്മളെ തേടി വരുമ്പോൾ ഞാനിപ്പോൾ പാർട്ടിയിലൊന്നുമില്ല, എന്നെ പാർട്ടി മതിയാക്കി, ഞാൻ ഇങ്ങനെ ഇപ്പോൾ ചുമ്മാ വീട്ടിയിരിക്കുകയാണ്, നിങ്ങൾ വേറെ ആരെയും പോയി കാണും എന്ന് പറയാൻ കഴിയില്ല. ഒന്നും ആൾക്കാരെ സഹായിച്ചും ആൾക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടും കൂടെ നിന്നുമൊക്കെ തന്നെയാണ് ശീലം. അത് അതേപടി തുടരണം എന്നാണ് ആഗ്രഹം. അതിന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായി ഇനിയും ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അവരോടൊപ്പം നിന്ന്
മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എന്ന് മാത്രമല്ല, ഷാഹുലിൻ്റേത് ഉചിതമായ ഒരു തീരുമാനമാണെന്ന് വ്യക്തിപരമായിട്ട് തന്നെ എനിക്ക് പറയേണ്ടി വരും. എല്ലാവിധ ആശംസകളും. താങ്ക് യു.